എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്റെ സഹായകനായ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. പരിശുദ്ധാത്മാവേ, ജ്ഞാനസ്നാനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദിവ്യജ്ഞാനത്തെ ഞങ്ങളിൽ തുറക്കണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ. ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരണമേ. ജ്ഞാനമേ. സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും, ഓ ദൈവമേ, ഞങ്ങൾ ദൈവമക്കളാണ്. ജ്ഞാനസ്നാനത്തിലൂടെ ഞങ്ങളിലേക്ക് ദൈവജ്ഞാനം അങ്ങ് നൽകിയിരിക്കുന്നു. അത് തുറക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഇപ്പോൾ നമുക്ക് നല്ലൊരു ഡയറക്ഷൻ കിട്ടി. ഇനി എങ്ങനെയാണ് നമ്മൾ നീങ്ങേണ്ടതെന്നുള്ളത്. വാസ്തവത്തിൽ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ മാനുഷിക ജ്ഞാനത്തിലൂടെ നമുക്ക് മനസ്സിലാകില്ല. നമ്മൾ കേട്ടു, അന്ധകാരത്തിൽ ഇരുന്ന ജനം ഒരു പ്രകാശം കണ്ടു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം യേശുക്രിസ്തുവാകുന്ന പ്രകാശം, യേശുക്രിസ്തുവാകുന്ന ആ ജ്ഞാനം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകിക്കൊണ്ട് ജ്ഞാനസ്നാനം. നമ്മുടെ മലയാളത്തിലാണ് ഇത്രയും അർത്ഥസമ്പുഷ്ടമായ ഒരു വാക്ക്. ബാപ്റ്റിസത്തിന് എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്താണ് ബാപ്റ്റിസം? ജ്ഞാനസ്നാനം. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, കുറച്ചും കൂടി ഉച്ചത്തിൽ പറഞ്ഞേ, ഒന്നുകൂടി ഉച്ചത്തിൽ പറഞ്ഞേ. നമുക്ക് എന്താണ് ലഭിച്ചത്? നമുക്കെന്താ ലഭിച്ചത്? ജ്ഞാനസ്നാനം. പെട്ടെന്നൊരാശയം. നമ്മളിവിടെ ഇപ്പം നാളെ പ്രധാന ഈ ദേവാലയത്തിലേക്ക് കവാടത്തിലൂടെ വരണം എന്നെല്ലാം പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന ഒരാശയമാണ്, എന്തുകൊണ്ടാണ് ഇപ്പം ഈ ദേവാലയത്തിൽ വരേണ്ട കാര്യം? എന്തുകൊണ്ടാണ് ഈ കരുണ കവാടം എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അകത്ത് വന്നൊരു, ഈ കവാടം അല്ലെങ്കിൽ വാതിൽ എന്നൊക്കെ പറയണതിൻ്റെ ഒരു, നിങ്ങളെല്ലാം ഇപ്പോൾ അഡ്വാൻസ് നോളജുള്ള ആൾക്കാരാണ്, നമുക്ക് എന്തിനും പഠിക്കാനും ഒക്കെ ആഗ്രഹമുള്ളവരാണ്. നമ്മൾ ഈ ബൈബിളിലെ വാക്കുകൾക്കെല്ലാം അതിൻ്റെയൊക്കെ മൂലർത്ഥം ഒന്ന് മനസ്സിലാക്കാൻ അല്പം ഗവേഷണ ബുദ്ധിയോടെ സെർച്ച് ചെയ്താൽ നല്ലതാണ്. ഗ്രീക്ക്, ലാറ്റിനിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ വാതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴുത്തിനും വാതിലുണ്ട്, ആട്ടിൻകൂട്ടിനും വാതിലുണ്ട്. വാതിൽ എന്നല്ലേ പറയണേ, ഇല്ലേ? വീടിന് വാതിലുണ്ട്, ദേവാലയത്തിനും വാതിലുണ്ട്. നമ്മളുടെ മലയാളത്തിൽ എല്ലാത്തിനും വാതിൽ എന്നാ പറയാ, അല്ലേ? എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ ഈ ദേവാലയത്തിൻ്റെ വാതിലിന് പറയുന്ന വാക്ക് മറ്റ് വാതിലിൽ നിന്നും വ്യത്യസ്തമാണ്. ആ അർത്ഥത്തിൽ ആണ് യേശുവാണ് വാതിൽ എന്ന് പറയുമ്പോൾ ഒരിടത്ത് പറയുന്നുണ്ട്, ഈശോ പറയുന്നില്ലേ, ഐ ആം ദ ഡോർ. ലൂക്ക യോഹന്നാൻ 10-ാം അധ്യായത്തിൽ പ്രധാന ശീർഷകം എന്താണ്? ഞാനാണ് വാതിൽ. ഐ ആം ദ ഡോർ. ഞാനാകുന്നു വാതിൽ. ആ വാതിലിൻ്റെ അർത്ഥത്തിലാണ് നമ്മൾ കുർബാനയിൽ ഒരു സ്ഥലത്ത് നമ്മൾ പാടുന്നുണ്ട്, നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. ആ നീതിയുടെ വാതിൽ എന്ന് പറയുന്നത് ഈ യേശു ആവുന്ന വാതിലാണ്.
അത് വീടിൻ്റെ വാതിലല്ല, ആട്ടിൻകൂട്ടത്തിൻ്റെ വാതിലല്ല, അത് സ്വർഗത്തിൻ്റെ വാതിലാണ്. അപ്പൊ ആ സ്വർഗത്തിൻ്റെ വാതിൽ എന്നുള്ള അർത്ഥമുള്ള ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാമുള്ള ട്രാൻസ്ലേഷനിൽ ഉള്ള പരിമിതി മനസ്സിലാക്കണം. പരിമിതികളുണ്ട് നമുക്ക്. ഈ ജ്ഞാനത്തെക്കുറിച്ച് ഞാൻ പറയാൻ വന്നതാണ്. അപ്പൊ അതൊരു ജ്ഞാനമാണ്. നമ്മൾ ഇനി ബൈബിൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഫുട് നോട്ടിലും ഐ വുഡ് ആൾസോ റെക്കമെൻഡ് അനദർ ബുക്ക് ടു ബൈ, ഒരു ന്യൂ അമേരിക്കൻ ബൈബിൾ. നിങ്ങൾ അമേരിക്കക്കാരില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ബൈബിൾ വേണം? അമേരിക്കൻ ബൈബിൾ. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ബൈബിൾ. ന്യൂ അമേരിക്കൻ ബൈബിൾ, NAB, ദാറ്റ് ഈസ് ഓർഗനൈസ്ഡ് ബൈ ദ ബിഷപ്പ് കോൺഫറൻസ് ഓഫ് അമേരിക്ക. ആ ന്യൂ അമേരിക്കൻ ബൈബിളിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ ഒരു വശത്ത് തിരുവചനമായിരിക്കും ഓരോ പേജിലും, മറുവശത്ത് അതിൻ്റെ കുറേ ഇൻ്റർപ്രിട്ടേഷൻസും ക്ലാരിഫിക്കേഷൻസും ഡൗട്ട്സ് ഇതെല്ലാം അതിനകത്തുണ്ടാവും. അതുകൂടാതെ ആ വചനത്തിനെ മറ്റു വചനങ്ങളുമായിട്ട് ഉള്ള ബന്ധം എന്താണെന്നുള്ള സൂചനകൾ അതൊക്കെ വെച്ചൊരു പഠന വിഷയമാക്കണം. ദാറ്റ്സ് അനദർ ഗുഡ് തിങ്. ഇത് പറയുമ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കിങ്ങനെ ഈ നവീകരണ അനുഭവമൊക്കെ ഉണ്ടായി. ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഒരച്ഛൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് താമസിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വചനത്തിൻ്റെ ചുരുളഴിച്ചിങ്ങനെ ഭയങ്കരമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും പറയുകയൊക്കെ ചെയ്തപ്പോൾ ഒരു ദിവസം അച്ഛൻ പറയാണ്, നീ എവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ മുറിയിൽ, അച്ഛൻ്റെ ഏതോ വേറെ മുറികളിലേക്കൊക്കെ പോയിട്ട് അച്ഛൻ ഒരു ബോക്സ് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രസൻറ്റേഷൻ ബോക്സ്, ഗോൾഡ് ഫോയിൽഡ് ബോക്സ്, ഒരു ഗോൾഡ് ഫോയിൽഡ് ബോക്സ്. അത് കൊണ്ടുവന്നിട്ട് തുറന്നിട്ട് പറയാണ്, ഈ ബൈബിൾ, അതിനകത്തൊരു ന്യൂ അമേരിക്കൻ ബൈബിൾ, വെരി ഗുഡ് എഡിഷൻ, നല്ല കളറും ഗോൾഡൻ ലെറ്റേഴ്സിലൊക്കെ അതിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, തോമസ് പോളി, ഈ ബൈബിൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഒരു 7 വർഷമായി. ഞാൻ ഹിന്ദിയിലാണ്, അതുകൊണ്ട് എനിക്കിത് അധികം ഉപയോഗം ഉണ്ടാകുന്നില്ല. ഞാനിത് ആർക്ക് കൊടുക്കണം എന്ന് 7 വർഷമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഇത് നൽകാൻ പറ്റിയ ഒരാളെ ഞാൻ കണ്ടത്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ അച്ഛൻ എനിക്ക് ആ ബൈബിൾ സമ്മാനിച്ചു. ഞാനത് പറയുന്നത്, എനിക്കത് വലിയ ഒരു സഹായം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ബൈബിൾ പഠന കാര്യത്തിലുണ്ടായ ഒരു യൂണിവേഴ്സിറ്റി മാതിരിയാണ് ആ ബൈബിൾ. അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് ഈ ന്യൂ അമേരിക്കൻ ബൈബിൾ. അത് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അതാണ് എന്നെ തിരുവചനത്തിൻ്റെ ആഴം പഠിപ്പിക്കാൻ ഉപയോഗിച്ച ഒരു ടൂൾ. അതിൻ്റെ നമ്മളത് വായിക്കണം, മെത്തേഡ്, അതിലൊരു ഭാഗം വായിച്ച് അതിൻ്റെ ക്രോസ് റെഫറൻസ് കണ്ടുപിടിച്ച് അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻസ് വായിച്ച് അതിൻ്റെ ക്ലാരിഫിക്കേഷൻസ് വായിക്കണം. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റഡി ബൈബിളും നിങ്ങൾ വേണം. എന്തിനാ ഇപ്പം പറഞ്ഞ ഞാനിതെല്ലാം പറയാൻ എന്താ കാരണം ഉണ്ടായി? ഈ വാതിലിൻ്റെ കാര്യം പറഞ്ഞതാണ്. നമ്മൾ വാതിൽ എന്ന് പറയും. ഇപ്പോൾ വാട്സപ്പിലും വൈബറിലും ഇമെയിലിലും ഒക്കെ ഭയങ്കര മെസ്സേജുകളാണ്. വാതിലടയ്ക്കാൻ പോകണം. അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ ആകെ പാനിക്കാണ് മനുഷ്യർ. കരുണയുടെ വാതിലടയ്ക്കാൻ പോകണമെന്ന് കേട്ടിട്ട് ആകെ പാനിക്. എന്തിനാ പാനിക്കാകണേ? കാരണം ഈ വാതിലിൻ്റെ അർത്ഥം മനസ്സിലാകാഞ്ഞിട്ടാ. അപ്പോൾ ഈ വാതിൽ എന്ന് പറയുന്നത് വാക്ക് വാതിൽ എന്നാണെങ്കിലും തൊഴുത്തിൻ്റെ വാതിലിനും വാതിൽ തന്നെയാണ്, വീടിൻ്റെ വാതിലിനും വാതിലിന് തന്നെയാണ്. എന്നാൽ ആ മൂല വാക്കിൽ ഐ ആം ദ ഡോർ, ഞാനാണ് വാതിൽ എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് മലയാളത്തിൽ വാതിൽ എന്നാണെങ്കിൽ അതിൻ്റെ മൂലപദത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സ്വർഗത്തിൻ്റെ വാതിൽ എന്നാണ് അർത്ഥമുള്ളൊരു വാക്കാണ്. ഇങ്ങനെ ബൈബിളിലെ വാക്കുകളുടെ അർത്ഥം, മൂലർത്ഥം പഠിക്കുമ്പോഴാണ് ശരിക്കും ഇത് മനസ്സിലാകുന്നത്. ഉദാഹരണത്തിന് സ്നേഹം, ലവ് ഇംഗ്ലീഷിലും,
ലവ്, മലയാളത്തിൽ സ്നേഹം. എന്നാൽ ഈ വാക്കിന് ദൈവസ്നേഹത്തിന് വേറെ വാക്കുണ്ട്, പരസ്നേഹത്തിന് വേറെ വാക്കുണ്ട്, ഒരു ജഡിക സ്നേഹത്തിന് വേറെ വാക്കുണ്ട്, ഇറോട്ടിക് ലവ്. പക്ഷെ മലയാളത്തിൽ എല്ലാത്തിനും ഒറ്റ വാക്കേ ഉള്ളൂ, എന്താണ്? സ്നേഹം. ഈ അണലി സന്തതികളെ കണ്ടോ, കേൾക്കുമ്പോൾ നമുക്ക് വല്ല കരുണ തോന്നുന്നുണ്ടോ? കർത്താവ് ഈശോ പറയാണ്, അണലി സന്തതികളെ. എനിക്ക് ഭയങ്കര സംശയമായിരുന്നു, ഇങ്ങനെ പറയോ ഈശോ? ഞാൻ ഈ അച്ഛന്മാരെ ധ്യാനിപ്പിക്കുന്ന കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലൊരു ഡയസിസിലെ മുഴുവൻ അച്ഛന്മാരും ബിഷപ്പും ഞാനുമായിട്ട് വേളാങ്കണ്ണിയിൽ വന്നിരിക്കുകയാണ്. അവിടെ ഒരു ധ്യാന കേന്ദ്രമുണ്ട് വേളാങ്കണ്ണിയിൽ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ധ്യാന കേന്ദ്രവും അവിടുത്തെ ആ പിൽഗ്രിം അറ്റ്മോസ്ഫിയറിൽ ധ്യാനിക്കുകയാണ്. ഇപ്പോൾ തമിഴ് അച്ഛന്മാരാണ്, കുർബാന തമിഴിലാണ്, ടോക്കെല്ലാം ഇംഗ്ലീഷിലാണ്. അപ്പോൾ തമിഴ് കുർബാന നമുക്കൊരിത് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നെ ഒന്ന് ആശ്ചര്യപ്പെടുത്തി. അന്നത്തെ സുവിശേഷം ഇതായിരുന്നു, കേട്ടോട്ടോ. സുവിശേഷം അച്ഛൻ വായിക്കുകയാണ്. അണലിപ്പാമ്പിൻ പൈതങ്ങളെ നിങ്ങൾ എപ്പിടി നന്മ ചെയ്യ മുടിയും. കേട്ടോ, എന്താ കേട്ടത്? അണലിപ്പാമ്പിൻ പൈതങ്ങളെ നിങ്ങൾ എപ്പിടി നന്മ ചെയ്യ മുടിയും. അണലി സന്തതികളെ എന്നുള്ളതിൻ്റെ ഒരു പാരലലാണത്, ഇല്ലേ? നോക്കിയേ, അതിൻ്റെ ആ അർത്ഥത്തിൽ വാക്യാർത്ഥം നോക്കുമ്പോൾ അണലിപ്പാമ്പിൻ കുഞ്ഞുങ്ങൾ, ഇല്ലേ? അതാണ് വാസ്തവം. പക്ഷെ മലയാളത്തിൽ നമ്മളത് കേൾക്കുമ്പോൾ അണലി സന്തതികൾ എന്ന് കേൾക്കുമ്പോൾ ദാറ്റ് സൗണ്ട്സ് നോട്ട് കമ്പാഷൻ. ഒരു വാത്സല്യം അതിൽ വരുന്നില്ല, ഇല്ലേ? വാത്സല്യം വരുന്നില്ല. ഓക്കെ, ഇതെല്ലാം എനിക്ക് അറിഞ്ഞൂടെ എന്തിനാ ഞാനിതൊക്കെ പറയണമെന്ന്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മളിത് പഠന വിഷയമാക്കുമ്പോൾ ഇത്രയും വിശദമായിട്ട് പഠിക്കണം. അതിൻ്റെ ആ ലൈറ്റൊക്കെ ഓഫാക്കി എന്താണ്, അതോ പവർ പോയതാണോ? ലൈറ്റെല്ലാം ഓൺ ചെയ്യണം. ഈ ഓരോ വാക്കിനും മലയാളത്തിൽ ഉള്ള വാക്കുകൾ, അതില്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള വാക്കുകൾ അതിൻ്റെ മൂല അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി അല്ല കാര്യത്തിൻ്റെ കിടപ്പ്. ഇത് ഒരു വിഷയം ഞാൻ പറയാണ്. പലതിനെയും നമ്മൾ അർത്ഥമാക്കുന്ന അർത്ഥമല്ല കർത്താവ് പരിശുദ്ധാത്മാവ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം, പറയാൻ വന്നത് വീണ്ടും വാതിലാണ്. അപ്പോൾ നാളെ നമ്മൾ ഈ വാതിലിലൂടെ കടക്കാൻ വളരെ തയ്യാറെടുത്ത് കുമ്പസാരിച്ചൊക്കെ വന്ന് കടക്കാൻ പോകുമ്പോൾ എനിക്ക് വന്ന ആശയം ഇതാണ്. ഈ ഒരു വാതിൽ ആണ് നമ്മൾ ജനിച്ചപ്പോൾ, ഒരു ശിശുവായപ്പോൾ ആദ്യം ക്രിസ്തുവിലേക്ക് വന്ന വാതിൽ. ആണോ അല്ലയോ? അല്ലേ? ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് എങ്ങനെയാണ് അവൻ ക്രിസ്ത്യാനി ആയത്? ഈ വാതിലിലൂടെ കടന്നപ്പോഴാണ്. ഇനി നിശ്ചയമായിട്ടും ഇവൻ മറ്റൊരു ദിവസം ഈ വാതിലിലൂടെ കടക്കും. അതെന്നായിരിക്കും? അതിനിടയ്ക്ക് നമ്മൾ പല പ്രാവശ്യം ഈ വാതിലിലൂടെ കടക്കുന്നുണ്ട്. നമ്മൾ സ്ഥൈര്യലേപനം സ്വീകരിക്കാൻ ഈ വാതിലിലൂടെ കടത്തും. ആദ്യ കുർബാന സ്വീകരിക്കാൻ ഈ വാതിലിലൂടെ കടന്നു. നമ്മൾ വിവാഹത്തിന് വേണ്ടി വാതിലൂടെ കടന്നത് ഭയങ്കര ഒരു ആഘോഷത്തോടുകൂടെ ആയിരുന്നില്ലേ? ആ വാതിൽക്ക് വന്നിട്ട് നമ്മളെ എതിരേറ്റ് കൊണ്ടുവന്നു, ഇല്ലേ? അതിനുശേഷം ഇനി ഒരു ദിവസം ഈ വാതിലിലൂടെ തന്നെ നമ്മൾ കടന്നു വരും. അതായത് നമ്മുടെ ആരംഭവും നമ്മുടെ ജീവിതത്തിൻ്റെ സ്പന്ദനവും നമ്മുടെ ജീവിതത്തിൻ്റെ ഇവിടെ നിന്നുള്ള വിടവാങ്ങലും ഈ വാതിലാണ്. ആ വാതിൽ ആരാകുന്നു? ക്രിസ്തുവാകുന്നു. ഐ ആം ദ ഡോർ. ഞാനാണ് ഈ വാതിൽ.
ആർക്കോ ചിന്ത വരുന്നു, എൻ്റെ ദൈവമേ ഇതിപ്പോൾ അവസാനത്തെ ദിവസം കൊണ്ട് ഇതൊക്കെ അറിയണം, ഇത് പണ്ടേ അറിയേണ്ടതായിരുന്നു എന്ന്, ഇല്ലേ? സാരില്ല, വാതിൽ അടഞ്ഞെന്ന് വിചാരിച്ചിട്ട് ക്രിസ്തുവിൻ്റെ വാതിൽ എന്നും തുറന്നു തന്നെ കിടക്കണേ നമുക്ക് വേണ്ടി, ഇല്ലേ? ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ഇനി നമ്മൾ പ്രധാന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു രഹസ്യം ഞാനിപ്പോൾ പറയാൻ പോവുക. നമ്മൾക്ക് ജ്ഞാനസ്നാനത്തിലൂടെ എന്ത് ലഭിച്ചു? ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ച ഒരു വലിയ സമ്മാനപ്പെട്ടി, സമ്മാനം, ഗിഫ്റ്റ്. ആ സമ്മാനത്തിൻ്റെ കണ്ടന്റ്, അതിൻ്റെ ഉള്ളടക്കം, ആ സമ്മാനപ്പെട്ടി തുറന്നാലല്ലേ അതിൻ്റെ അകത്ത് എന്താണെന്ന് മനസ്സിലാകുക. എന്നോട് ക്ഷമിക്കണം കേട്ടോ, സത്യം പറയുകയാണെങ്കിൽ നമ്മളതിപ്പോഴും തുറന്നിട്ടില്ല. അതുണ്ട്, ആർക്കും അത് നമ്മളിൽ നിന്ന് എടുത്താൽ മാറ്റാൻ പറ്റില്ല. അത് നമുക്ക് ദൈവം തന്ന സമ്മാനമാണ്. ഇത് പറയുമ്പോൾ നിങ്ങളതിൻ്റെ ശരിക്കും സീരിയസ് ആയിട്ട് മനസ്സിലാക്കണം. അത് തുറക്കാണ്ട് തന്നെ നമ്മൾ ഇത്രയും വലിയ അനുഭവത്തിലാണ് പല രീതിയിൽ. അപ്പോൾ തുറന്നാൽ എന്തായിരിക്കും? അതാണ് അതിൻ്റെ രണ്ട് കാര്യം. ഈ സമ്മാനപ്പെട്ടിയിലുള്ള സമ്മാനം അത്രയ്ക്ക് ശക്തമായ സമ്മാനമാണ്. ആ പെട്ടി തന്നെ നമ്മൾ കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമ്മളിൽ അതിൻ്റെ വലിയ ഒരു പ്രസരണം ഉണ്ടാകും. പോപ്പ് ഫ്രാൻസിസ് ഈ ഇടയ്ക്ക് പറഞ്ഞു, ദൈവം നമുക്ക് മാമോദീസായിലൂടെ തന്ന ആ സമ്മാനപ്പെട്ടിയുടെ റാപ്പറേ തുറന്നിട്ടുള്ളൂ. അതിൻ്റെ റാപ്പറേ നമ്മൾ ഇതുവരെ തുറന്നിട്ടുള്ളൂ. അതിൻ്റെ കണ്ടന്റ് ഇപ്പം നമ്മൾ ചിലർ പറയാറില്ലേ, ഓ കഴിഞ്ഞ ആഴ്ച എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ബർത്ത്ഡേക്ക് വന്ന സമ്മാനപ്പെട്ടി പോലും തുറക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല, അത് കഴിഞ്ഞ് നൈറ്റായി, അത് കഴിഞ്ഞ് പിന്നെ ഡേ ആയി, അത് കഴിഞ്ഞ് ഷിഫ്റ്റായി, ഇങ്ങനെ 2 ആഴ്ചയായിട്ട് തുറക്കാൻ പറ്റിയിട്ടില്ല. ഇറ്റ് ഈസ് ട്രൂ എന്ന പോലെ സ്നേഹമുള്ളവർ, ഞാനിത് നിങ്ങളെല്ലാവരും വളരെ മെച്യൂർഡ് ക്രിസ്ത്യൻസ് ആണെന്നുള്ള ബോധ്യത്തിലാണ് ഞാനീ പറയുന്നത്. നിങ്ങളൊരു പ്രാരംഭക്കാരല്ല. നിങ്ങൾ ഈ നാട്ടിൽ വന്നു ഇത്രയും മനോഹരമായ ഈ പള്ളി പണിതു. ഐ അപ്രീഷിയേറ്റ്. ഇത് വളരെ നന്നായിരിക്കുന്നു. ഇതിലെ ആ ആർട്ട് വർക്കുകളെല്ലാം ഞാനതെല്ലാം ക്യാമറയിൽ വിശദമായിട്ട് എടുത്തിട്ടുണ്ട്. ഇന്നലെ തന്നെ ഇത് ഞാൻ അപ്ലോഡ് ചെയ്തു. രാവിലെ ഞാൻ മുഴുവനും വീഡിയോ യൂട്യൂബിൽ കണ്ടു. ഒരുപാട് പേര് ഇത് ആൾക്കാർ കണ്ടിട്ട് പലരും ആശ്ചര്യപ്പെടുക, അമേരിക്കയിൽ ഇത്രയും നല്ല പള്ളിയൊക്കെ ഉണ്ടോ? സീറോ മലബാർ. യു ഷുഡ് ആൾസോ സീ ദിസ് ആൻഡ് യു ഷെയർ ഇറ്റ്. ഞാൻ പിന്നെ പറഞ്ഞു തരാം അതിൻ്റെ കണക്ഷനൊക്കെ. ഇന്നത്തെ ഈ ധ്യാനം മുഴുവനും നാളെ രാവിലെ ആകുമ്പോഴേക്കും രാത്രി ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഇറ്റ് വിൽ ബി അവൈലബിൾ ഓൺലൈൻ. എന്തിനാ പള്ളിയുടെ മനോഹാരിത പറഞ്ഞത്? ഈ പള്ളി പണിതു എന്ന് പറഞ്ഞാൽ, ഒരു പള്ളി പണിതു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവിടുത്തെ വിശ്വാസികൾക്ക് ഒരു മെച്യൂരിറ്റി ആയി എന്നർത്ഥം. അവർക്കൊരു ഇരുത്തലായി, അവർക്ക് നല്ലൊരു ഇരുത്തലായി. അതായത് ഈ പള്ളി എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ അടുത്ത തലമുറയ്ക്കും അതിൻ്റെ അടുത്ത തലമുറയ്ക്കും എല്ലാം നൽകാനുള്ള ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഇത്. ഇതിൻ്റെ കൂടെ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും, അത് പടിപടിയായിട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ വിശ്വാസത്തിൻ്റെ തറവാടിത്വം അല്ലെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ കരുത്ത് ഇങ്ങനെയുള്ള ഭൗതികം അല്ലെങ്കിൽ ബാഹ്യമായ അവസ്ഥകളിലെല്ലാം സ്ഥാപിച്ചു. നോ പ്രോബ്ലം, ഗുഡ്, വെൽ ഡൺ. ഇനി നമ്മൾ സ്ഥാപിക്കേണ്ടത് ഈ പള്ളി അല്ലെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ കഴമ്പ്, അതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന ആ സമ്മാനപ്പെട്ടി തുറക്കണം. ആ സമ്മാനപ്പെട്ടി അങ്ങ് തുറക്കുമ്പോഴാണ് കണ്ണഞ്ചിപ്പിക്കുന്നു. നമുക്ക് കാണാൻ പറ്റില്ല, അത്രയ്ക്ക് നമ്മളെ പ്രകാശിപ്പിക്കുന്ന നിരവധി രത്നങ്ങൾ പോലെയാണ്. അതിനകത്ത് ഒരു രത്നമാണ് ജ്ഞാനം. ഒരു രത്നം. എന്താണത്? ജ്ഞാനം. ആരുടെ ജ്ഞാനം? ദൈവത്തിൻ്റെ ജ്ഞാനം. ബാക്കി നമ്മളിനി വേറെ ഏതെങ്കിലും ധ്യാനത്തിൽ നമുക്ക് ചിന്തിക്കാം.
ഈ ജ്ഞാനത്തെക്കുറിച്ച് ഒരു ക്ലാസ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ ഒരുപാട് ധ്യാനങ്ങൾ കൂടിയിട്ടുള്ളതല്ലേ. ഈ ജ്ഞാനസ്നാനത്തിലൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജ്ഞാനം എന്താണ്, അതെങ്ങനെ ഇരിക്കും, അതിൻ്റെ എന്താ ഗുണം, അതിൻ്റെ എന്താ പ്രയോജനം, അതിനെക്കുറിച്ച് എന്നോട് ക്ഷമിക്കണം, നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ ചെറുപ്പം മുതലേ നമ്മളെ പഠിപ്പിച്ചു എഴുത്തിനിരുത്തി. എന്താ എഴുതിയത്? താറ, പാറ, ഇതൊക്കെ എഴുതി. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചു. 1 + 1 = 2, 2 + 2 = 4. അങ്ങനെ സാവധാനം നമ്മളെ പഠിപ്പിച്ചു. എന്തൊക്കെ പഠിപ്പിച്ചു? മാത്തമാറ്റിക്സ്, ട്രിഗ്നോമെട്രി, അരിത്മെറ്റിക്സ്, ബയോളജി, സൂവോളജി. ഇതൊക്കെ പഠിച്ചിട്ട് എന്ത് കാര്യമുണ്ടായി? പറയും. എന്നോട് ക്ഷമിക്കണേ. ഇതെല്ലാം പഠിച്ചിട്ടേ നമ്മളൊക്കെ തലയിൽ കല്ലന്മാരായി. ദാറ്റ്സ് ഓൾ. അതോടൊപ്പം നമുക്ക് എന്ത് സംഭവിച്ചു? ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ അജ്ഞതയായി മാറി. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതലേ ദൈവം എന്ത് പഠിക്കണം എന്ന് പറഞ്ഞതല്ല പഠിച്ചത്. നമ്മൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണോ? ആണ്. എന്താ ക്രിസ്തുവിനെ അനുകരിക്കുന്നതിൻ്റെ അർത്ഥം? 30 വയസ്സായ ക്രിസ്തു സുവിശേഷം പ്രഘോഷിച്ച മാതിരി മൈക്കും എടുത്തുകൊണ്ട് പ്രഘോഷിക്കുന്നതാണോ ക്രിസ്തുവിനെ അനുകരിക്കുക? ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ എന്ന് മുതൽ ക്രിസ്തുവിനെ അനുകരിക്കണം? ആരെങ്കിലും ഒന്ന് പറയാമോ? സമയം കഴിഞ്ഞു. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പെട്ടെന്ന് പറയണം, അല്ലെങ്കിൽ നിങ്ങൾ തോറ്റു. ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തോൽവി സമ്മതിക്കുന്നത് നല്ലതാണ്, ഇല്ലേ? എളിമപ്പെടാൻ വേണ്ടിയിട്ട്. ക്രിസ്തുവിനെ അനുകരിക്കണത് എപ്പം മുതൽ അനുകരിക്കണം എന്ന് പറഞ്ഞേ. ആരെങ്കിലും? ടൈം ഈസ് ഓവർ. കമ്പ്യൂട്ടർ ഓഫായി. ഇനി പറ്റില്ല. ഒരു ചാൻസ് കൂടി. എന്ന് മുതൽ? ഓക്കെ. അപ്പോൾ യൂക്കയുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ബാല്യകാലം മുതൽ അനുകരിക്കണം. നമ്മൾ പെട്ടെന്ന് അങ്ങ് പോയിട്ട് ഡിഗ്രി ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുമോ 1ാം ക്ലാസ് പഠിക്കാണ്ട്? ഇവിടെയാണ് നമ്മളിൽ ഇനിയെങ്കിലും ഉണ്ടാകേണ്ട ഒരു വ്യത്യാസം. എന്തിനു പറയുന്നു? എനിക്കിങ്ങനൊരു ഐഡിയ 10-25 വർഷം മുമ്പ് കിട്ടി. നമ്മൾ പഠിക്കുന്ന രീതിയിൽ പഠിച്ചാൽ പോരാ. നമ്മൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് വേണ്ടി പഠിക്കണം. ഞാൻ വളരെ പ്രഗത്ഭനായ എഞ്ചിനീയറായിരുന്നു. അത് ഇനിയിപ്പോൾ പറയാൻ സമയമില്ല, പിന്നെ എപ്പോഴെങ്കിലും പറയാം. പക്ഷേ ആ പ്രാഗൽഭ്യം മുഴുവൻ എനിക്ക് കിട്ടിയത് ഒറ്റ കാര്യത്തിലാണ്. ഒരു ദിവസം ഞാനിങ്ങനെ ഒരു സംഭവം നടത്താൻ പറ്റാണ്ട് വിഷമിച്ചിരിക്കുമ്പോൾ എനിക്ക് തോന്നി, ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് ഒരു വഴി കാണിച്ചു തരുമല്ലോ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജർമ്മൻ എക്സ്പെർട്സിന് പോലും സാധിക്കാത്ത കാര്യം, 1 മാസം ഞങ്ങൾ തലപുകഞ്ഞിട്ട് സാധിക്കാത്ത കാര്യം, ഭയങ്കര ഡിസൈൻ എൻജിനീയേഴ്സും എക്സ്പെർട്ടും എല്ലാം നോക്കിയിട്ട് നടക്കാത്ത കാര്യം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നുകയാണ്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് സാധിക്കാത്തതായി വല്ലതും ഉണ്ടോ? ഞാനിപ്പോഴത് സംഭവം ഓർക്കുകയാണ്. ഈശോ ഇങ്ങനെ എന്നെ നോക്കി പുഞ്ചിരിക്കുകയാണ്. ആ പുഞ്ചിരിക്കണത് ഇച്ചിരി എന്നെ ലജ്ജിപ്പിക്കുന്ന രീതിയിലാണ്. എന്താ പറയണേ? ഇപ്പോഴെങ്കിലും നിനക്കിത് മനസ്സിലായല്ലോ. എന്താ മനസ്സിലായത്? ഞാൻ പറയാണ്, കർത്താവേ, അങ്ങേക്കെല്ലാം അറിയാമല്ലോ. പറയാണ്, ഇപ്പോഴെങ്കിലും നിനക്കിത് മനസ്സിലായല്ലോ. നമ്മൾ ആരെങ്കിലും മനസ്സിലാക്കിച്ചിട്ടുണ്ടോ? പറയും. ഇതെനിക്ക് മനസ്സിലായത് 40 വയസ്സായപ്പോഴാണ്. അതുവരെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് എൻ്റെ എഞ്ചിനീയറിങ്, ട്രിഗ്നോമെട്രി പഠിച്ച എഞ്ചിനീയറിങ്, ആ എഞ്ചിനീയറിങ്ങിലൂടെ അതിലൂടെ നോക്ക്, ഇതിലൂടെ നോക്ക്, അത് വെച്ച് നോക്ക്, ഇത് വെച്ച് നോക്ക്, ആ പുസ്തകം നോക്ക്, ഈ പുസ്തകം നോക്ക്, അവരോട് ചോദിക്കുക, ഇവരോട് ചോദിക്കുക. ആരോട് മാത്രം ചോദിക്കണില്ല? ആരോട് മാത്രം ചോദിക്കുന്നില്ല?
ദൈവത്തിൻ്റെ ജ്ഞാനത്തിനോട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദൈവം, ഇപ്പം നമ്മൾ ദൈവം കരുണയാണെന്ന് പറഞ്ഞ പോലെ ദൈവം ആരാണ്? ദൈവം ജ്ഞാനമാണ്. അത് കഴിഞ്ഞാണ് ഈ കുർബാനയിൽ മനസ്സിലായത്, സർവജ്ഞനായ ഭരണകർത്താവ്. ഓഹോ, അതിൻ്റെ അർത്ഥം അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞ എല്ലാവരും, സർവജ്ഞനായ ദൈവം, സർവജ്ഞാനവുമുള്ള ദൈവം. അങ്ങേരെ എവിടെ? അങ്ങേരെ ആകാശത്തിലായിരിക്കണല്ലേ? അല്ല, അങ്ങേരെ എവിടെയുണ്ട്? അങ്ങേര് നമ്മുടെ അകത്ത് തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് കോൺസെപ്റ്റാണ്. ഒന്ന്, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം. ഒന്നിങ്ങനെ വലതുകരം ഇങ്ങനെ ഒന്ന് കാണിച്ച് വലതുകരം ഉയർത്തി എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണ്ടേ? അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ചെയ്യാമേ. ഇതെന്താണിത്? ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം. ഇനി നമ്മൾ പഠിച്ച ബയോളജി, സുവോളജി, കെമിസ്ട്രി, ബോട്ടണി, ഇത് സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനം. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, സൃഷ്ടാവിനെ കുറിച്ചുള്ള ജ്ഞാനം വലതുകരം, ഇടതുകരം സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനം. ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്യൊന്ന് കാണിച്ചു. കമോൺ ചേട്ടാ, ഒന്ന് കൈപ്പൊക്ക്. ഇപ്പോൾ എല്ലാവരും ചേരൊന്ന് കാണിച്ച്. കണ്ടോ, ഇതാണ് നമ്മൾക്ക് അറിയേണ്ട കാര്യം. വലതുകരം ദൈവത്തെ, സൃഷ്ടാവിനെ കുറിച്ചുള്ള ജ്ഞാനം. ശരിക്കൊന്ന് പൊക്കേ. ഇനി ഒന്നിങ്ങനെ കാണിച്ച്. ഇതൊന്ന് ക്യാമറ പിടിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. കണ്ടില്ല? കണ്ടോ, സൃഷ്ടാവിനെ കുറിച്ചുള്ള ജ്ഞാനം ഇടതുവശം, സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനം. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇത്രയും നാളും ഈ ഇടതുവശത്തെ ജ്ഞാനത്തിലാണ് നിൽക്കണേ. ക്ഷമിക്കണേ, നമ്മൾ എന്താവണം? ഇനി ഈ വലതുവശവും ദൈവത്തിൻ്റെ ജ്ഞാനത്തിലേക്ക് നീങ്ങണം. വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ ഉള്ളൊരു ചോദിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു ധ്യാനം? അപ്പം നിങ്ങൾ എന്ത് പറയും? ധ്യാനം നന്നായിരുന്നു, ധ്യാനം നന്നായിരുന്നു എന്ന് പറയണം. അതെന്താ അതിൻ്റെ അർത്ഥം? അത് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം പറയില്ല, അങ്ങനെ എളുപ്പം പറയില്ല. നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ച 20 വർഷത്തെ, അതായത് കിൻഡർ ഗാർഡൻ മുതൽ യൂണിവേഴ്സിറ്റി വരെ പഠിക്കുന്ന 20 എഡ്യൂക്കേഷൻ വർഷം മുഴുവനും പഠിച്ചത് സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനമാണ്. സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനം, സൃഷ്ടാവിനെ കുറിച്ചുള്ള ജ്ഞാനം കുറച്ചെങ്കിലും ആദ്യം പഠിച്ചിരുന്നുവെങ്കിൽ നമുക്കിതൊക്കെ എളുപ്പം പഠിക്കായിരുന്നു. മാത്രമല്ല, നമ്മുടെ ജീവിതം കുറേയും കൂടി ദൈവത്താൽ നയിക്കപ്പെടുന്ന, സർവജ്ഞനായ ഭരണകർത്താവിനാൽ നയിക്കപ്പെടുന്ന ഒരവസ്ഥ കിട്ടും. അതാണ് ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് കിട്ടിയത്. അതാണ് ഈശോയുടെ തന്നെ ജീവിതത്തെ അനുകരിക്കുക എന്ന് പറയുന്നത്. ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം 40-ാമത്തെ വചനത്തിൽ പറയുന്നത് എങ്ങനെയാണ് ഈശോ വളർന്നത്. എന്താണ് ആ വചനം? ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ശക്തനായി. Child grew and became strong, filled with wisdom. നമ്മളെ ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നമ്മൾ നന്നായിട്ട് വളരാൻ വേണ്ടി ബോൺവിറ്റ, അന്നത്തെ ബോൺവിറ്റയുടെ പടമൊക്കെ നമ്മൾ ഓർക്കണ്ടില്ലേ? ആ കൊച്ചിന് ഇച്ചിരി ബോൺവിറ്റ മേടിച്ചു കൊടുക്കും. അങ്ങനെ ബോൺവിറ്റയും മൾട്ടിവിറ്റാമിനും ഒക്കെ തന്ന് ഇന്നും നമ്മളത് തന്നെ ചെയ്യണം. നമ്മൾ കൊച്ചങ്ങ് ജനിക്കുമ്പോഴേക്കും അവരെങ്ങനെ ശക്തനാക്കണം. ഓരോ ദിവസവും അവൻ്റെ വെയിറ്റ് നോക്കിക്കൊണ്ടിരിക്കുക. ഇച്ചിരി ഗ്രാം കൂട്ടിട്ട്, ഈ ഗ്രാം പോരാ, കുറച്ചും കൂടി കൂട്ടണം. അവൻ ഡോക്ടറെ അടുത്ത് പോയി, അവിടെ പോയി, ഇവിടെ പോയി, എല്ലാം അവൻ്റെ ഗ്രാം കൂട്ടാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ആത്മാവിൻ്റെ ഗ്രാം കൂട്ടിയോ? അവനൊരാത്മാവുണ്ട്, ശരീരമുണ്ട്. ഈ ആത്മാവിന് എന്ത് ഭക്ഷണം നമ്മൾ കൊടുത്തു? ഈ ആത്മാവിന് എന്ത് ജ്ഞാനം കൊടുത്തു? അത് നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. ഇത് വാസ്തവത്തിൽ ഭയങ്കര ഒരു അറിവാണ് ഇപ്പം ഞാൻ ഈ പറയണത്. നിങ്ങൾ എന്നോട് വിഷമം വിചാരിക്കരുത്. നമ്മൾ വേറൊരു കാര്യം ഞാൻ പറയാൻ പോവാം. ഇപ്പം നമ്മളിവിടെ ഒരു ഡയസിസ് ആണ്, ഷിക്കാഗോ ഡയസിസ്. എന്ന പോലെ കേരളത്തിൽ നമുക്ക് 30 രൂപതകളുണ്ട്. 2000 വർഷത്തെ പാരമ്പര്യമുള്ള ക്രിസ്ത്യാനികളാണ് നമ്മൾ. നമുക്ക് എന്താ ഇല്ലാത്തത്? നമുക്ക്
5000 പാരിഷുകളുണ്ട്. 5000 പാരിഷുകൾക്ക് 6000 സ്കൂളുകളുണ്ട്. അതിനനുസരിച്ച് ട്രെയിനിങ് കോളേജ് ഉണ്ട്, ഗ്രാജുവേറ്റ് കോളേജ് ഉണ്ട്, നഴ്സിംഗ് കോളേജുകളുണ്ട്, മാനേജ്മെന്റ് കോളേജുകളുണ്ട്, ഹോം സയൻസ് കോളേജുകളുണ്ട്, ഡിഗ്രി കോളേജുകളുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്. എന്നാൽ ഒരു ബൈബിൾ കോളേജ് ഉണ്ടോ? നമുക്ക് ഒരു ബൈബിൾ കോളേജെങ്കിലും ഉണ്ടോ? എന്നാൽ എന്താ കർത്താവ് പറഞ്ഞേക്കണത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം കൊണ്ടാണ്, വചനം കൊണ്ടാണ് ജീവിക്കേണ്ടത്. പക്ഷെ എന്തോ കാരണവശാൽ നമ്മൾ ഈ അപ്പം കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ കോളേജുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ജ്ഞാനം, ഈ വചനം പഠിക്കാനുള്ള ഒരു കോളേജ് പോലുമില്ല. ഇത് ഞാൻ പറയുമ്പോൾ ഒരു നിഷേധാത്മക രീതിയിൽ തോന്നരുത്. ഒരുപക്ഷെ ഇനി അതാണ് വേണ്ടത്. ഈ അമേരിക്കയിൽ ചിക്കാഗോ രൂപതയിൽ അങ്ങനെ ഒരെണ്ണം വേണോ വേണ്ടയോ? ഇത് ഓരോ സ്ഥലത്തും വേണം എന്ന് ഞാൻ പറയണത്. ഓക്കെ, ഞാനൊരു ആശയം പറഞ്ഞു. ചിലപ്പോൾ ആരുടെയെങ്കിലും തലയിൽ ഇത് കയറി പിടിച്ച് കാറ്റ് പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക. അപ്പം എനിക്ക് കിട്ടിയൊരു ഐഡിയ, നമ്മുടെ ഇന്നുള്ള ബുദ്ധിമുട്ടുകളുടെയും അല്ലെങ്കിൽ ഇന്നുള്ള അവസ്ഥാവിശേഷം ഒരു ഓൺഗോയിങ് സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ അതിൻ്റെ ഒരു വെളിവ്, ഒരു കുറവ്, നമ്മൾ ദൈവിക ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, അതിനുവേണ്ടി ഒരുങ്ങിയിട്ടില്ല. ഈശോ പറഞ്ഞു, ഇതാ സോളമനേക്കാൾ വലിയവനിവിടെ. പക്ഷെ ആരും അവൻ്റെ അടുത്ത് ആ ജ്ഞാനത്തിന് വേണ്ടി വരുന്നില്ല. അവൻ്റെ അടുത്ത് നമ്മൾ ബാക്കി എല്ലാ കാര്യത്തിനും ചെല്ലുന്നുണ്ട്, ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം സാധിക്കാൻ. എന്നാൽ അവൻ നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്നത് എന്താണ്? ആ ജ്ഞാനം വാങ്ങാൻ നമ്മൾ ചെല്ലുന്നില്ല. ജോൺ ഓഫ് ദ ക്രോസിൻ്റെ കർമ്മല മലകയറ്റം എന്ന പുസ്തകത്തിൽ ഒരു പ്രസിദ്ധമായ എന്നാൽ വളരെ ലളിതം, ജോൺ ഓഫ് ദ ക്രോസ് എന്ന് പറയുമ്പോൾ നമുക്ക് പേടിയാ, അയ്യോ ഇത്രയും വലിയ വിശുദ്ധൻ. പക്ഷെ അവരെല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ചെറിയ കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം ഇതാണ്: ഒരമ്മ മകനെ അല്ലെങ്കിൽ മകൾക്ക് നല്ല ഭക്ഷണം, നല്ല രുചികരമായ ആ കുഞ്ഞിന് പറ്റിയ ഭക്ഷണം ഉണ്ടാക്കി വളരെ സ്നേഹത്തോടെ അവൻ്റെ ആരോഗ്യത്തിനും പോഷണവും എല്ലാം ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൻ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ എരിവുള്ള മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് മനസ്സിലായി അത് കൊച്ചിന് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുഞ്ഞിന് കഴിക്കാൻ പറ്റിയ രീതിയിൽ വേറൊരു മീൻകറി അമ്മ ഉണ്ടാക്കി. പക്ഷേ ഭക്ഷണമേശയിൽ വന്നപ്പോൾ ഈ കുഞ്ഞ് പറയാണ്, എനിക്കൊരു വേണ്ട, എനിക്ക് നീ മമ്മിയും പപ്പയും കഴിക്കണത് മതി. അപ്പൊ മമ്മി പറയണ, എൻ്റെ മോളെ ഇത് കഴിച്ചാൽ നിന്റെ വയറെരിയും, നിനക്ക് അസുഖമാവും, നിനക്കല്ല ഇത്, നിനക്ക് വേണ്ടി അല്ല, നിനക്ക് വേണ്ടി ഞാൻ നല്ല നല്ല ടേസ്റ്റി ആയിട്ട് നിനക്ക് പറ്റിയ രീതിയിൽ നിനക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്, ഇത് കഴിക്കുന്നേ. എനിക്കത് വേണ്ട, എനിക്ക് മമ്മി പപ്പ കഴിക്കണം മതി. എന്ത് ചെയ്തിട്ടും പറയുമ്പോൾ ഉടനെ കരച്ചിൽ. അങ്ങനെ കുറെ കരഞ്ഞു. ക്ഷമിക്കണം കേട്ടോ, ഞാനൊരു ഭാഷ ഉപയോഗിക്കാൻ പോവുകയാണ്. 9 പ്രാവശ്യം കരഞ്ഞു എന്ന് വിചാരിച്ചു. അതിനാണ് നൊവേന എന്ന് പറയണേ. അങ്ങനെ 9 പ്രാവശ്യം കരഞ്ഞപ്പോ അപ്പം പറഞ്ഞു, എന്നാ അത് ചോദിക്കണത് കൊടുക്ക്, സമാധാനാവട്ടെ. അങ്ങനെ അത് ചോദിക്കണത് കൊടുത്തു. ഇപ്പൊ എന്ത് സംഭവിച്ചു? അതിനു വേണ്ടി ദൈവം മുൻകൂട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ വളരെ നല്ല സാധനം അതവിടെ ഇരിക്കണം.
ഞാൻ രാവിലെ തന്നെ ഞാൻ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കേൾക്കാൻ പോണത് പലതും കോൺഫ്ലിക്റ്റ് ആയിരിക്കാം. നമ്മുടെ പള്ളിയിൽ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു നൊവേന ഉണ്ടാവില്ലേ? അതെല്ലാം ചെയ്തോട്ടോ. ഞാൻ അതിൻ്റെ വേറൊരു വശം പറയാണ്. ഇതൊക്കെ നിങ്ങൾ ചെയ്തോ, ഇതൊക്കെ ചെയ്യണം. പക്ഷേ അതിനേക്കാൾ നല്ല ഒരു സംഭവം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തെന്നാ വിചാരിച്ചേക്കണ ഈ തമ്പുരാനെ കുറിച്ച്? അതെന്തോ ഒരു ടെക്നിക്ക് മാതിരിയാണ്. നമ്മൾ ചോദിക്കുന്നു, പടപടപട ടക് 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 9 പ്രാവശ്യം, അപ്പോൾ അത് ഇങ്ങോട്ട് തരണം, ഓക്കെ. ഇന്ന പ്രാവശ്യം ഇത്ര ചെയ്ത് കഴിയുമ്പോൾ അത് ഇങ്ങോട്ട് തരണം, ഓക്കെ. അങ്ങനത്തെ ഒരു മെക്കാനിസമാണോ ഈ ദൈവം? അതോ വാത്സല്യം നിറഞ്ഞ ഒരു പിതാവാണോ? ആ വാത്സല്യം നിറഞ്ഞ പിതാവ് ഇപ്പം നമ്മളൊക്കെ ഇപ്പോൾ സഹോദരിമാരെ പ്രത്യേകിച്ച്, നിങ്ങളുടെയൊക്കെ കല്യാണം നടന്നത് എങ്ങനെയാണ്? നിങ്ങൾ അപ്പനോട് പോയി പറഞ്ഞോ, എൻ്റെ പ്രായമായിട്ട് എനിക്ക് കല്യാണം നടത്താൻ പറഞ്ഞോ? നമ്മളുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഇപ്പോഴേ തന്നെ, ചിലവരൊക്കെ കുഞ്ഞ് പെൺകൊച്ച് ജനിച്ചു കഴിയുമ്പോഴേക്കും അയ്യോ പെൺകൊച്ചാണ് ജനിച്ചേക്കണേ, എങ്ങനെ സ്ത്രീധനം കൊടുക്കും, ഒരു പണി, ഒരു ഡെപ്പോസിറ്റ് ഇപ്പോഴേ എടുക്കും. കണ്ടോ? നല്ല അർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ കുഞ്ഞ് ജനിച്ചപ്പോഴേ മുതലേ അതിനെ കെട്ടിക്കാനുള്ള ഡെപ്പോസിറ്റ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് നമ്മൾ ഈ കുഞ്ഞിനെ പ്രതി സ്നേഹമാണെങ്കിൽ, സർവശക്തനായ കരുണാസമ്പന്നനായ വാത്സല്യനിധിയായ പിതാവ്, നമ്മളെ സൃഷ്ടിച്ച പിതാവ് നമുക്ക് വേണ്ടതെല്ലാം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടോ ഇല്ലയോ? ആ ഒരുക്കി വെച്ചിരിക്കുന്നത്, ആ വാത്സല്യനിധിയായ പിതാവ് ഒരുക്കി വെച്ചിരിക്കുന്നത്, വീണ്ടും ദൈവമേ എന്താ എൻ്റെ തലയിൽ വേണം, സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയമായി ഒരുക്കി വെച്ചിരിക്കുന്ന പരിപാലകൻ